ബസിൽ ലൈംഗിക അധിക്ഷേപം നേരിട്ടു എന്നൊരു യുവതി ആരോപണം നടത്തിയതിന് പിന്നാലെ മാനഹാനി മൂലം ഒരു യുവാവ് ദീപക് ആത്മഹത്യ ചെയ്ത വിവരമറിയാം. നീ ആ ടോമങ്ങളിലൊന്ന് വിളിക്കണം. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാട്ടാ. ഓഫേ ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അറിയ ഒരു വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇതിൽ ആരോപണ വിധേയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നു. സംഘം ഇന്നലെ വടകരയിലെ വീട്ടിലെത്തി യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ഇന്നലെ മൊഴിയെടുത്ത വീട്ടിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവരില്ല. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അവർ കടന്നു എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കേവലം ഇതൊരു ആത്മഹത്യാ കേസാക്കി ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തുന്നതാ. തീ പാറണ വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നേരത്തെ ഇവർ വിദേശത്താണ് ഉണ്ടായിരുന്നത്. വിദേശത്തേക്ക് തന്നെ കടന്നിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ദുബൈയിലാണ് ഇവർ ഉണ്ടായിരുന്നത്. അവിടേക്ക് തന്നെ കടന്നിരിക്കാമെന്നും രക്ഷപ്പെട്ടു. വീരപ്പൻകുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല.